DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം 62 ലക്ഷത്തോളം പേരാണ് ക്ഷേമ പെൻഷൻ പട്ടികയിലുള്ളത്. നിലവിൽ ഓരോ മാസവും 1600 രൂപ വീതം ക്ഷേമ പെൻഷനായി നൽകുന്നതിന് 900 കോടി രൂപക്കടുത്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് ചിലവ് വരുന്നത്. ഓരോ മാസവും റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെയൊക്കെ കടമെടുപ്പ് നടത്തിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക സർക്കാർ കണ്ടെത്തുന്നത്. വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക കുടുംബ വരുമാനമുള്ളവർക്കായി സർക്കാർ നൽകുന്ന ഈ ക്ഷേമ പെൻഷൻ ധാരാളം അനർഹരായവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഏതാനും വർഷങ്ങളായി സർക്കാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് സർക്കാർ നടത്തിയ ചില പരിശോധനകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻ ലഭിക്കുന്നവരുമൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിയെടുക്കുന്നതായി കണ്ടെത്തി. മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ ചിലയിടത്ത് ബന്ധുക്കളും അതുപോലെ വിതരണക്കാരുമൊക്കെ തുടർന്നും വാങ്ങുന്നതായും കണ്ടെത്തിയിരുന്നു. അതിനാൽ അനർഹരായവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കി യഥാർത്ഥ ഗുണഭോക്താക്കളെ മാത്രം ഉൾപ്പെടുത്തി പെൻഷൻ പട്ടിക ശുദ്ധീകരിക്കുവാൻ സംസ്ഥാന ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ആദ്യപടിയായി എല്ലാ വർഷത്തിലും ഒരിക്കൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടപ്പാക്കിയിട്ടുണ്ട്. 2025 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടന്നു വരികയാണ്. ഓരോ വർഷത്തെയും വാർഷിക മസ്റ്ററിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാകുന്നത് എന്നതിനാൽ സർക്കാരിന് ഇത് വലിയൊരു നേട്ടമായിരിക്കുകയാണ്. ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് നടക്കുന്നത്. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക. ഈ വർഷം മസ്റ്ററിംഗിനേക്കാൾ കൂടുതൽ പേർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പൂർത്തിയാകുമ്പോൾ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ പെൻഷൻ ലഭിക്കുന്നവരുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തുന്ന നടപടികളും ഉണ്ടാകും. അതനുസരിച്ച് പെൻഷൻ ലഭിക്കുന്നയാൾ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കെട്ടിടങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ താമസിക്കുന്നവരോ ആകരുത് എന്നുണ്ട്. ഇനി 2000 സ്ക്വയർ ഫീറ്റിൽ കുറവുള്ള വീടാണെങ്കിലും AC പോലുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളാണെങ്കിലും പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതുപോലെ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സിയല്ലാത്ത 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ സ്വന്തമായോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികൾക്കും പെൻഷൻ നിഷേധിക്കപ്പെടും. എന്നാൽ അംബാസഡർ കാർ അതുപോലെ 1000 cc കുറവുള്ള 80 cc ആൾട്ടോ പോലുള്ളവ ഇപ്പോൾ നിബന്ധനയിൽ നിന്നും ഒഴിവാക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ 1000 cc കൂടുതൽ കപ്പാസിറ്റിയുള്ള സ്വകാര്യ കാറുകൾ ഉണ്ടെങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. വാഹനം സ്വന്തം വേണമെന്നില്ല. മക്കളുടെയൊക്കെ പേരിലാണെങ്കിലും വീട്ടിൽ വാഹനമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ തടസ്സപ്പെടും. അതുപോലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകരുത്. എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഈ നിയമം ബാധകമല്ല. അതുപോലെ ആദായ നികുതി അടക്കുന്നവരാണെങ്കിലും ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഒരു വ്യക്തിക്ക് സ്വന്തമായി എന്തുണ്ട് എന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും ആധാർ ലിങ്ക്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് നിലനിർത്തണമെങ്കിലും ഒരു വാഹനം വാങ്ങണമെങ്കിലും ഭൂമിയോ കെട്ടിടമോ വാങ്ങണമെങ്കിലും വീട് പണിയണമെങ്കിലുമൊക്കെ ഇപ്പോൾ ആധാർ നമ്പർ നൽകേണ്ടതുണ്ട്. അതുവഴി ഇക്കാര്യങ്ങളൊക്കെ സർക്കാരുകൾക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടെത്തുവാനും കഴിയും. ഇങ്ങനെ അനർഹരായവരെ കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടാവുക. ഇതല്ലാതെ അർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി തദ്ദേശ സ്ഥാപനങ്ങളിലും പലരും പരാതി അറിയിക്കാറുണ്ട്. അങ്ങനെ പരാതി വരുമ്പോഴും നേരിട്ട് വീട്ടിലെത്തിയും അല്ലാതെയും അന്വേഷിച്ച് പുറത്താക്കേണ്ടവരാണെങ്കിൽ പുറത്താക്കുന്ന നടപടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ശക്തമായ രീതിയിലുള്ള നടപടികളൊക്കെ വരിക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ക്ഷേമ പെൻഷന്റെ പുതിയ ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.